ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളിൽ പരമായിട്ട് ഈ മീറ്റിംഗ് നടക്കുന്നതിന് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മോട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ ബിനോയ് PV, ഷാരോൺ ചർച്ച്, ഹൈദരാബാദ്. കർത്താവിൻ്റെ ദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും ഞാൻ പാസ്റ്റർ ജോബിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. പാസ്റ്റർ ജോബിൻ. ഓക്കെ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ പാസ്റ്റർ ബിനോയ് PV പാസ്റ്റർ ജോബിൻ്റെ ഒരു സ്നേഹിതനാണ്. ഹൈദരാബാദിൽ അവരെ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾ പറയുന്നതിന് സാവകാശമുണ്ട്. കർത്താവ് ആത്മാവ് നടത്തുന്നത് പോലെ ചെയ്യുന്നതിനുള്ള സാവകാശമുണ്ട്. അടുത്ത 30 മിനിറ്റുകൾ, 30 മാക്സിമം 35 മിനിറ്റുകൾ ഇന്ത്യൻ സമയം 6:55 വരെ കർത്താവിൻ്റെ ദാസന് സമയമുണ്ട്. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പാസ്റ്റർ ബിനോയ് PV. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മുടെ ഈ സൂം മീറ്റിംഗ് വന്നതോടുകൂടി നമ്മൾ ഈ ഉത്തമഗീതത്തിലെ ഒരു വാക്യം അനർത്ഥമായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന പോലെ നമുക്ക് ആരുടെയും മുഖം കാണാൻ ഒക്കുന്നില്ല. അപ്പോൾ അവരെല്ലാം മറഞ്ഞിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പല പല സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിരാവിലെ അല്ലേ, പലരും തിരുസന്നിധിയിലായിരിക്കും. സാരമില്ല, കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ. ജോബിൻ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഈ പട്ടണത്തിൽ ചില നാളുകൾ ഒരുമിച്ചായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ താൻ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പട്ടണത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഇതുപോലുള്ള മീഡിയയിലൂടെ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് സംസാരിച്ചു. ഇങ്ങനെ ദൈവദാസൻ അനീഷ് പാസ്റ്റർ വിളിച്ചു കഴിയുമ്പോൾ ഫോൺ ലൈനിൽ കയറണമെന്ന് എന്നോട് പറഞ്ഞു. അതിന് പ്രകാരം അനീഷ് പാസ്റ്റർ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ പ്രാരംഭത്തിലെ എൻ്റെ പാസ്റ്റർ പറഞ്ഞ പോലെ പേര് ബിനോയ്. ഞാനിവിടെ ഹൈദരാബാദിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഏകദേശം 28 വർഷത്തോളമായി ഈ പട്ടണത്തിലായിരിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ ടൗണിലുള്ള ചർച്ചാണ്, മലയാളം ചർച്ചാണ്. അപ്പോൾ തന്നെ തെലുങ്ക് ചർച്ചുകൾ ഏകദേശം ഒരു 10-12 തെലുങ്ക് ചർച്ച്, സ്വദേശീയരുടെ ഇടയിലുള്ള ചർച്ച്, അവരുടെ പാസ്റ്റേഴ്സും നമുക്കുണ്ട്. വില്ലേജുകളിലാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ, പട്ടണത്തിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള വില്ലേജുകളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആന്ധ്ര, തെലുങ്കാന ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ അത് പിന്നീട് ഡിവൈഡായി. ഇപ്പോൾ തെലുങ്കാന എന്നും ആന്ധ്ര എന്നും പേരിൽ അറിയപ്പെടുന്നു. നമ്മളെല്ലാം അറിയുന്ന പോലെ സൗത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത 3 സ്റ്റേറ്റുകൾ തമിഴ്നാടും തെലുങ്കാനയും അതുപോലെ ആന്ധ്രയുമാണ്, കേരളം കഴിഞ്ഞാൽ. കർണാടകത്തിൽ നമുക്കറിയാവുന്ന പോലെ പ്രശ്നങ്ങളുണ്ട്. തെലുങ്കാനയിൽ അങ്ങനെ ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ കഴിഞ്ഞിടെ ഉണ്ടായെങ്കിലും ഇപ്പോൾ എല്ലാം ശാന്തമാണ്. എപ്പോഴാണ് സൗത്തിലേക്ക് പ്രതിസന്ധി വരുന്നത് നമുക്കറിയത്തില്ല. എനിവേ, കർത്താവിന്റെ കൃപയാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിട്ടും വളരെ സ്മൂത്തായിട്ടുമാണ് പ്രവർത്തനങ്ങളെല്ലാം കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും
ഭദ്രാചലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രാക്ട് കൊടുത്തതിന്റെ പേരിൽ ചില പ്രതിസന്ധികൾ അവിടെ ഉടലെടുപ്പാനിടയായി. എനിവേ ദൈവം തമ്പുരാന്റെ വലിയ കരുണയാൽ കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ആമേൻ. നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ ഒരുമിച്ചായിരിക്കാനും കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ ഉന്നതന ഉയർന്നതിന് ശാശ്വതവാസിയുമായി കർത്താവിന്റെ സന്നിധിയിലാണല്ലോ നാം ആയിരിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനായി കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന അത് ഒരിക്കലും നഷ്ടമല്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. ആ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കുകയോ? അല്ലെങ്കിൽ ഞാൻ ലൂക്കോസ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലം അറിയാം. പരിശുദ്ധ മറിയത്തോട് ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ വന്ന് പറഞ്ഞു, ആമേൻ, പരിശുദ്ധാത്മാവ് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ, ദൈവത്തിന് സ്തോത്രം, നിനക്ക് ഉത്ഭവിക്കും. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആ പറഞ്ഞ വാചകങ്ങൾ, ആമേൻ, അവൾ അപ്രകാരം വിശ്വസിച്ചു. അവസാനം ദൂതൻ തിരിയാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ആമേൻ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലവും ഈ സൂമിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രിയ ദൈവദാസന്മാരെ, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നടക്കത്തില്ലെന്ന് എഴുതി വെച്ച വിഷയം, ഹല്ലേലൂയ, ആമേൻ, അവസാനിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ പോലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 100 കണക്കിന് സാക്ഷ്യങ്ങൾ പറയുവാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം, ആമേൻ, അത് അത്ഭുതത്തിന്റെ ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അത്ഭുതവാനാണ്. അത്ഭുത മന്ത്രിയാണ്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നാണ് അവന്റെ പേര് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഞാൻ അതാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും, ഹല്ലേലൂയ, ഇവിടെ ഒരു കന്യകയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ, വിവാഹത്തിലെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു സ്ത്രീക്ക്, ആമേൻ, അവളെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മറിയ ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ആമേൻ. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നിന്റെ ജോലിയല്ല, നിന്റെ ജോലിയല്ല. അത് ദൈവം ആരാണോ പറഞ്ഞവനാണ് അതിന്റെ ഉത്തരവാദി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം എന്നോടും നിങ്ങളോടും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോടും നിങ്ങളോടും ഒരു ആലോചന ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആലോചനയെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ആ ആലോചനയിന്മേൽ വ്യാപരിച്ചിരിക്കും. അത് തക്ക സമയത്ത് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദൈവത്തിന്റെ ആലോചന നിവർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. 19-ാം എഫേസ്യ ലേഖനം 1:19 പറയുന്നു, വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട ആലോചനകൾ, ആമേൻ, നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അതിന് ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം തിരുവചനത്തിലൂടെ പറയട്ടെ, ആമേൻ, മറിയ അത് വിശ്വസിച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന തിരുവചനം പോലെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആമേൻ, വാഗ്ദത്തങ്ങളിൽ മേൽ വ്യാപരിച്ചിട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പട്ടണത്തിൽ കടന്നു വരുമ്പോൾ അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി ദൈവം തവണ ഇന്നയോളം നിർത്തിയത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട അനുഭവങ്ങൾ, ഇവിടെ നിർത്തുകയിൽ നിന്ന് വെല്ലുവിളിച്ച അനുഭവങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോഴും അവിടെ ഒന്നും പതറാതെ നിലനിർത്തിയത് ദൈവത്തിന്റെ കരുണയുള്ള കരമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ദൈവമക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് 1-2
കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം, റോമാലേഖനം 4:19. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു തിരുവചനമാണല്ലോ. ആമേൻ. ഒന്ന് വായിക്കാമോ ആരെങ്കിലും ഒരാൾ? റോമാലേഖനം 4:19. റോമർ 4:19 ഒരാൾ എടുത്തു വായിക്കാമോ? വായിക്കാം. ഓക്കെ, താങ്ക് യു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. നമുക്കറിയാം 3 തടസ്സങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, അല്ലെങ്കിൽ ഈ വേദഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും സംസാരിക്കുകയല്ല. നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഓർപ്പിച്ചുണർത്തുന്ന ശുശ്രൂഷ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെങ്കിലും ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുത്ത് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. പല ദൈവദാസന്മാർ പലരും ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ഒരു ദൂതെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കോറിയിടുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ആമേൻ. നാം കേട്ട് പഴകിയ സന്ദേശമാണെന്ന് തോന്നിയാലും ആമേൻ പുതുതാക്കി തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറയുകയാണ്, ആമേൻ, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ശരീരത്തിന്റെ നിർജീവത്വം, ഹല്ലേലൂയ, ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, ഹല്ലേലൂയ, 100 വയസ്സുള്ളവനായിരുന്നിട്ടും, ആമേൻ, സാറയുടെ ഗർഭപാത്രം നിർജീവമായിരുന്നിട്ടും, ആമേൻ, പൗലോസ് ആ വാക്ക് എടുത്തു പറയുമ്പോൾ പറയുകയാണ്, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ആമേൻ അസാധ്യമായ ഒരു കാര്യം, ആമേൻ, ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശരീരം നിർജീവമായിരിക്കുന്നു. ആമേൻ. തന്റെ ആരോഗ്യം നശിച്ചിരിക്കുന്നു. 75-ാമത്തെ വയസ്സിൽ കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം, ആമേൻ, അവനോട് ചേർന്നിരിക്കുന്ന സാറ, രണ്ടുപേരുടെയും മനസ്സും മടുത്തുപോയി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ട്, കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം നിറവേറുന്നില്ല, അല്ലെങ്കിൽ നിറവേറാൻ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആമേൻ. മാർത്തയും മറിയയും പറഞ്ഞതുപോലെ, ആമേൻ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു, നീ അല്പം താമസിച്ചു പോയി എന്ന്, ആമേൻ, ഹല്ലേലൂയ, സഹോദരിമാർ അവനോട് പരിഭവം പറയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും ഒരു കാര്യം നേരത്തെയും ഒരു കാര്യം താമസിച്ചും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് അതിന്റെ സമയമുണ്ട്. തക്ക സമയത്ത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഉടമനക ശന്തര ദിഗന രകൽക്കമന അതുരാധന രഗതല ഘടകസി, ആമേൻ, ഹല്ലേലൂയ, തളർവാദ രോഗിയാണേലും കിടക്കയിൽ കിടക്കുന്നവനാണേലും അവനെ പൊക്കിയെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഒരു കരം ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാ നാളും നമ്മൾ ഇവിടെ കടക്കയിൽ കിടക്കുകയല്ല, എല്ലാ നാളും നമ്മൾ ഒരേ അനുഭവത്തിലൂടെ പോവുകയല്ല. നമ്മുടെ ഗ്രാഫിന് ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണമേ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, ആമേ, എന്നെ നിന്നെയും കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. ഇനി നീ ഉയരുകയില്ല, ഇനി നീ, ഹല്ലേലൂയ, വളർച്ച കാണുകയില്ല, നിന്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് ആരെല്ലാം പറഞ്ഞാലും നിരാശയുടെ വാക്കുകൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മെ തളർത്തുന്ന വാക്കുകൾ, ആമേൻ, ദൈവത്തിന് മഹത്വം, ഒരു പ്രത്യാശയില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെ ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുന്നുവെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല. ഒരുപക്ഷെ ജപ്തിയുടെ വക്കീലായിരിക്കാം, ലോണും കടഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം, രോഗത്തിന്റെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം, തലമുറകളോടുള്ള വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടാകാം, ആമേൻ, ജോലിയോടുള്ള ബന്ധത്തിൽ ചില പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം, ആമേൻ, ഓരോ ഭൗതിക മേഖലകളിൽ പല വിഷയങ്ങളിൽ, ഹല്ലേലൂയ, ഭാരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു മടുക്കുകയോ തളരുകയോ കുഴയുകയോ ചെയ്ത, ആമേൻ, ആലോചന പലത് കേട്ട് പ്രവാചകന്മാരുടെ അടുക്കൽ പോയി പല ദൂതുകൾ കേട്ട്, ആമേൻ, ഓരോ ദൂത് കേൾക്കും തോറും, ഹല്ലേലൂയ, ഇപ്പോൾ വരും, ഇപ്പോൾ നടക്കുമെന്ന് നീ ചിന്തിച്ചു. ഉടക രഗനക ശംദര ദിഗനകരകതലഘടകസി അംദൽ കമനം വൈഡാ രഗതലഘടകസി. ഒരുപക്ഷെ പല, ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിന്റെ മീറ്റിങ്ങുകൾ വെച്ച്, ആമേൻ, സാമ്പത്തിക
സാമ്പത്തികമായി നഷ്ടങ്ങൾ സംഭവിച്ച അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ ദാസന്മാരോ ദൈവമക്കളോ ആകാം ഇത് കാണുന്നത്, ഇത് കേൾക്കുന്നത്. പ്രവർത്തിച്ചിട്ട് ഒരാത്മാവിനെ പോലും നേടുവാൻ കഴിയാതെ, വർഷങ്ങളായി ഒരാളെ സ്നാനപ്പെടുത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രയത്നം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. കർത്താവിൽ വിളിച്ചു പറയട്ടെ, അതിനൊരു പ്രതിഫലമുണ്ട്. ഇപ്പോൾ അത് മഞ്ഞു മൂടി കിടക്കുകയാകാം, ഇപ്പോൾ അത് കാർമേഘം പോലെ കിടക്കുകയാകാം. ഇപ്പോൾ കാർമേഘം പോലെ കിടക്കുന്നതിന്റെ അകത്തും മിന്നും സൂര്യ ശോഭ കാണുന്നവനാണ് വിശ്വാസി. കാർമേഘത്തിനകത്തും ഒരു ശോഭ കണല് കാണുന്നവൻ വിശ്വാസി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മുമ്പിൽ കാർമേഘം മാത്രമാ നീ കാണുന്നുള്ളൂ. മഴയുടെ മുഴക്കം നീ കേൾക്കുന്നുവെങ്കിൽ നീ ഒരു വിശ്വാസിയാണ്, ദൈവത്തിന്റെ വൈതലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിരാശയോടെയാണോ നീ ഇന്ന് പകൽക്കാലം ഇതിന്റെ മുമ്പിൽ വന്നിരുന്നത്? എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നീ സംസാരിക്കുക. ഞാൻ ചിലരുടെ വിഷയത്തിന്മേൽ അസാധ്യമായി ഇത് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തതും എഴുതിത്തള്ളിയതും തള്ളിക്കളഞ്ഞതും മൂലയിലേക്ക് മാറ്റിയിരുത്തിയതും ഇവനെ കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞതോ പലപ്പോഴും നിന്നയും പഴിയും ഹല്ലേലൂയ പരിഹാസവും കേട്ട് മടുത്തിരിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്, നിന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. മറിയയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അബ്രഹാമിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നുവെങ്കിൽ, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയുടെ നടുവിലേക്ക് ഞാൻ ഇറങ്ങി വന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറാബാല ശബ്ദരാധന ധൂബാല ശബ്ദരെ രഗതലജാന ഹംദൽ കമനഘടകസി. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട്, ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട്, കുഞ്ഞുങ്ങളോട്, സഹോദരി സഹോദരന്മാരോട് ആത്മാ പറയുകയാണ്, അസാധ്യമെന്ന് നീ ചിന്തിച്ചിരിക്കുന്നത്, ഇത് നടക്കത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നത്, നിന്റെ വിഷയം ഏത് വലുതാകട്ടെ ചെറുതാകട്ടെ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുവെങ്കിൽ കുഞ്ഞേ, ഹല്ലേലൂയ. ദൈവാത്മാ പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഹല്ലേലൂയ ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിനക്കൊരു മകനെ തരും. ഹല്ലേലൂയ. അത് കടൽക്കരയിലെ മണൽ പോലെയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. നിന്നിൽ നിന്ന് തന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരുത്തനിൽ നിന്നല്ല, നിന്നിൽ നിന്ന് തന്നെ, നിന്റെ വീട്ടിൽ നിന്ന് തന്നെ, നിന്റെ കുടുംബത്തിൽ തന്നെ, അല്ലെങ്കിൽ വേറൊരാളുടെ കുടുംബത്തിലല്ല, നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ തലമുറയിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകും. നിന്റെ തലമുറയിലൂടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ഒരുപക്ഷെ നിന്റെ ശരീരം നിർജീവമായി കാണും. ശാരീരികമായി നിർജീവത്വം അനുഭവിക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ശാരീരികമായ നിർജീവത്വമാണ് അബ്രഹാമിനും ഹല്ലേലൂയ സാറായ്ക്കുമുള്ളത്. ഗർഭപാത്രത്തിന്റെ നിർജീവത്വമാണ്. ഇത് താൻ ഗ്രഹിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, അത് സത്യം അതാണെങ്കിലും യാഥാർത്ഥ്യം അതാണ്. ഹല്ലേലൂയ. പക്ഷേ അത് ശ്രദ്ധിക്കണമേ, അവരുടെ ശരീരം നിർജീവത്വമായതും അവരുടെ ഗർഭപാത്രം നിർജീവത്വമായതും അത് യാഥാർത്ഥ്യമാണെങ്കിലും സത്യം അതല്ല. സത്യം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിർജീവത്വം നിനക്ക് തോന്നുന്നതാണ്, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ആ ശരീരത്തിന് നിർജീവത്വമില്ല. ദൈവത്തിന് നിർജീവത്വം ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, സകലത്തെയും ഉളവാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ. സകലത്തെയും ഉളവാക്കുന്ന പരിശുദ്ധാത്മാവ് നിർജീവത്വത്തെ മാറ്റി അതിനെ ഊർജ്ജസ്വലതയാക്കി അതിന്മേൽ സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽകാലം അല്ലെങ്കിൽ ചില പുതിയ സൃഷ്ടിപ്പുകൾ ശരീരത്തിൽ നടത്തുവാൻ ദൈവത്തിന്റെ കരം ശക്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഓർഗൻസ് അല്ലെങ്കിൽ ശാരീരികമായി നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നുപോയിട്ടുണ്ടാകാം, ബലഹീനമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽകാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിർജീവത്വത്തിന്മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ ഓർഗൻസിന് പുതുജീവൻ നൽകി അതിനെ പുത്തനാക്കിക്കൊണ്ട് അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് അന്തരാധന അതിനെ രൂപാന്തരപ്പെടുത്തി നിർമ്മലമായൊരു ഹൃദയം എന്റെ സൃഷ്ടിച്ചരളമേ ദാവീദ് പ്രാർത്ഥിച്ച പോലെ നിർമ്മലമായത് പുതിയതായി ഒന്ന് തരുവാൻ, പുതിയൊരു ഹൃദയം തരുവാൻ, പുതിയൊരു ഓർഗൻസ് തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. ഓ റിബാല ശബ്ദരാധന രിഗതല ബൗഡ അപ്തരാധന രഗതലജാന റീബൽ കമനം വൈഡാരാജ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നമ്മൾ എന്താണ് അവിടെ വായിക്കുന്നത്? ദൈവത്തിന്റെ ദാസന്മാരെ, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി സകല വരുന്നവരും പോകുന്നവരും എല്ലാം നിരാശയാണ് പറയുന്നത്. ആരും ആശ പറയുന്നില്ല, ആരും പ്രത്യാശ പറയുന്നില്ല. എന്നാൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ ഹല്ലേലൂയ അവന്റെ ശരീരം നിർജീവത്വം
നിർജീവത്വമായതും, സാറയുടെ ശരീരം നിർജീവത്വമായതും, അവന്റെ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽകാലം ദൈവമക്കളെ, നമുക്ക് ക്ഷീണങ്ങൾ സംഭവിക്കാം. അത് ശാരീരികമായ ക്ഷീണങ്ങളാകാം. എന്നാൽ എന്ന് പകൽകാലം പറയട്ടെ, ആമേൻ, വിശ്വാസത്തിൽ നാം ക്ഷീണിക്കരുത്. ശാരീരികമായ ഒരല്പം ക്ഷീണം നമുക്ക് സംഭവിച്ചാലും വിശ്വാസത്തിൽ നാം ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ നാം മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, ആമേൻ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് അവൻ മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ അബ്രഹാം ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, എന്നോട് സംസാരിച്ച ദൈവൻ, ആമേൻ, മെസോപ്പൊത്താമിയയിൽ വെച്ച്, ഊരിൽ വെച്ച്, ആമേൻ, ഹാരാനിൽ വെച്ച് എന്നോട് സംസാരിച്ചവൻ, ഹല്ലേലൂയ, ആ ശബ്ദം ഞാൻ കേട്ടതാണ്. അവന്റെ ഹല്ലേലൂയ ശബ്ദത്തിന്റെ ഹല്ലേലൂയ ഉടമയെ എനിക്ക് നല്ല പരിചയമുള്ളവനാണ്. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ മുമ്പോട്ട് നടത്തുവാൻ ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ശരീരത്തിന്റെ നിർജീവത്തിലേക്ക് നോക്കിയില്ല, നശിച്ചു പോയതിലേക്ക്, ഹല്ലേലൂയ, നിർജീവത്വമായതിലേക്ക്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, അവൻ നോക്കിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, എന്താ സംഭവിച്ചത്? ആമേൻ, 100 വയസ്സുള്ളവന് ദൈവം ഒരു കുഞ്ഞിനെ നൽകുവാനിടയായി. ആമേൻ, അവന്റെ പേരാണല്ലോ ഇസഹാക്ക് എന്ന്. ഹല്ലേലൂയ. അപ്പൊ നിർജീവത്വം ഒരു വിഷയമല്ല. ആമേൻ, ബലഹീനത, ആമേൻ, നമ്മുടെ ശരീരത്തിന്റെ, ആമേൻ, നിരാശയോ നിർജീവത്വമോ, ഇതൊന്നും ദൈവസന്നിധിയിൽ ഒരു വിഷയമല്ല. നീ ദൈവത്തെ സന്നിധിയിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ, അബ്രഹാമിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചവൻ, മറിയയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചവൻ, എനിക്കും നിനക്കും വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ആമേൻ. രണ്ടാമത്തെ ഒരു ഭാഗം ആമേൻ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം, ആമേൻ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം, ആമേൻ, 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? പുറപ്പാട്. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്ന്, ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മോശക്കുഞ്ഞിന് ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞിനും, ആമേൻ, മോശ എന്നല്ല, ഒരു ആൺകുഞ്ഞിന് പോലും, ആമേൻ, ഒരു കുട്ടിക്ക് പോലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, മിസ്രൈമിൽ ജനിച്ചവനായി, ആമേൻ, മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയാതെ, ആമേൻ, ഏത് സമയത്തും മരണം കാത്തിരിക്കുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്ന ഒരു കൽപ്പന ഫറവോൻ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്താണ് ഹല്ലേലൂയ, ലേവി കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ അറിയാം. ആ കുഞ്ഞ് ജനിച്ചു, 3 മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവന്റെ മേൽ ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം ആ കുഞ്ഞിന്റെ മേൽ, ആമേൻ, ഉണ്ട്. ആ വാഗ്ദത്ത സന്തതിയാകുന്ന മോശ 3 മാസം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞൊക്കെ 3 മാസമൊക്കെ ഒരു വീട്ടില്, ആമേൻ, കരയാതെ അവനെ എങ്ങനെയാണ് ഒരു 3 മാസമൊക്കെ ഒളിപ്പിച്ചു വെക്കുക? അത് തന്നെ വലിയ ഒരു ടാസ്കാണ് ഈ 3 മാസമൊക്കെ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഏതൊരു കുഞ്ഞും കരയും, ഏതൊരു കുഞ്ഞും അല്ലെങ്കിൽ ബഹളം വെക്കും. ജനിച്ച് വീഴുമ്പോൾ തന്നെ കരയുന്ന കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 മാസമൊക്കെ അവരെ മാതാപിതാക്കൾ അവരെ ഒളിപ്പിച്ചു വെക്കുക, ആമേൻ, പെങ്ങൾ അതിനെ നോക്കുക, ഇതൊക്കെ അസാധ്യമായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരൊരു പെട്ടകം ഉണ്ടാക്കി, ആമേൻ, അതിന് കീലും പശയും എല്ലാം തേച്ച് ആ കുഞ്ഞിനെ അതിനകത്ത് കിടത്തി, ആമേൻ, ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവന്നു വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനോ കൊന്നുകളയുവാനോ പറ്റാത്തത് കൊണ്ട്, ആമേൻ, അവർ മനസ്സോടെയാണ് ഇതിനെ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചത്. എന്നാൽ ഇന്ന് രാത്രി എന്റെ ചിന്ത, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ കുഞ്ഞ് വളരുവാനുള്ള ഒരു സാധ്യതയും, ഈ കുഞ്ഞിന് ഇനി മുമ്പോട്ട് പോകുവാൻ ഒരു സാധ്യതയും അവിടെയില്ല. വഴികളെല്ലാം അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. ഇനി ഓരോ ദിവസവും ചെല്ലും തോറും ഈ കുഞ്ഞിനെ വീട്ടിൽ സൂക്ഷിക്കുന്നത് റിസ്ക് ആണ്. അവരുടെ ജീവൻ കൂടെ അപകടത്തിലാകും. അതുകൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ വീട്ടിൽ സൂക്ഷിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അവര് കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാത്ത നിലയിൽ അവരൊരു പെട്ടകം വാങ്ങി, അല്ലെങ്കിൽ അതിനകത്ത് കീലും പശയും എല്ലാം തേച്ച് വെള്ളം കയറാതെ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്റെ ചിന്ത ഇതാണ്, അന്ന് അവിടെ നടന്ന സംഭവം
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പുറപ്പാട് പുസ്തകം 5-ാം വാക്യത്തിൽ, ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. ഞാൻ ഇങ്ങനെ പലപ്പോഴും ദൈവത്തിൽ ചിന്തിച്ചു, എന്റെ കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ. ഹല്ലേലൂയ, കൊട്ടാരത്തിൽ താമസിക്കുന്ന, രാജകുമാരിയായി ജീവിക്കുന്ന, ആമേൻ, ഈ രാജകൊട്ടാരത്തിൽ കഴിയുന്ന ഈ ഹല്ലേലൂയ ഫറവോന്റെ പുത്രിക്ക് എന്തിനാണ് ഈ നദിയിൽ ഇവള് കുളിക്കാൻ വരുന്നത്? ഇവൾക്ക് നദിയിൽ കുളിക്കാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന ഈ സഹോദരിക്ക് അവിടെ കുളിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ, ദൈവത്തിന് സ്തോത്രം, കൊട്ടാരത്തിനകത്ത് അതിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ, അവൾ ഹല്ലേലൂയ ആ ഭാഗം അവിടെ വിട്ടിട്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, നദിയുടെ തീരത്ത് കുളിപ്പാൻ കടന്നു വന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ, ആമേൻ, നിന്നെ കൊല്ലുവോ, നിന്നെ വളർത്തുകയില്ലെന്നും നിന്നെ തളർത്തുമെന്നും ആമേൻ ഇവിടെ വെച്ചേക്കത്തില്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ശത്രു, ഹല്ലേലൂയ, ആ ശത്രുവിനെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നീരാടാൻ വരുവാൻ ആമേൻ ഒരു സാധ്യതയില്ലാത്തിടത്തേക്ക് ദൈവം ഫറവോന്റെ പുത്രി അയക്കുന്നു. ആമേൻ, ആരാണോ കൊല്ലുവാൻ കൽപ്പനയിട്ടത്, ആരാണോ കൊല്ലുവാൻ ഓർഡർ ഇട്ടത്, ആരാണോ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാൻ ഹല്ലേലൂയ കൽപ്പന പുറപ്പെടുവിച്ചത്, അവന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ, അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിക്കുള്ള തുടക്കം നമ്മൾ കാണുകയാണ്. ആമേൻ, ആ സഹോദരി ആ നദിയുടെ തീരത്തിലൂടെ കടന്നു വരുന്നത്, ആമേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണല്ലോ ഈ പെട്ടകം കാണുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ പെട്ടകം കണ്ടു, അവർ ദാസിമാരോട് പറയുകയാണ്, ആ പെട്ടകം എടുത്തുകൊണ്ട് വരിക. പെട്ടകം എടുത്തുകൊണ്ട് വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, അല്ലെ, ഇതൊരു എബ്രായ ബാലൻ. പെട്ടകം തുറന്നു കഴിഞ്ഞ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇതൊരു എബ്രായ ബാലൻ. എന്നാൽ അവൾക്ക് പോലും ആ കുഞ്ഞിനെ നദിയിൽ എറിഞ്ഞ് കളയണമെന്ന് തോന്നിയില്ല. ആമേൻ, ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണമേ. ആമേൻ, ഫറവോന്റെ പുത്രിയുടെ കരത്തിലേക്ക് ആ കുഞ്ഞ് എത്തപ്പെടുവാനിടയായി തീർന്നു. ആമേൻ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആമേൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ആമേൻ, ഇല്ലായ്മകളിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്ന ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആമേൻ നിനക്കുള്ള വഴിയെ തുറന്ന്, നിന്നെ ആര് വളർത്തുകയും ആര് നിന്നെ തകർക്കും ആര് നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞോ, അവന്റെ കൊട്ടാരത്തിൽ തന്നെ ദൈവം 40 ആണ്ടുകൾ, ദൈവത്തിന് സ്തോത്രം, അവിടെ വളർത്തിയെങ്കിൽ ഇന്ന് പകൽകാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, നിന്നെ മുടിച്ചു കളയുമെന്ന്, ഈ ദേശത്ത് നിർത്തുകയില്ലെന്നും ഇവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിക്കുമെന്നും ഒക്കെ ആരൊക്കെ എന്തൊക്കെ വാത് കെട്ടിയാലും നിന്നെ ഓടിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, നിന്നെ അവിടെ നിർത്തുകയില്ലെന്ന് വാത് കെട്ടിയാലും നിന്നെ അവിടെ നിർത്തുവാൻ, ആ സ്ഥാനത്ത് നിർത്തി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരം ശക്തമാണ്. ജുഡവനകടകരക ശന്തരാധന രികതല പൗഡ, ഹല്ലേലൂയ, വളർത്തുകയില്ലെന്ന് പറഞ്ഞവന്റെ വീട്ടിൽ കയറി വളരുവാൻ, ഹല്ലേലൂയ, വളർത്തത്തില്ലെന്ന് പറഞ്ഞവന്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വാരി തരുവാൻ, വളർത്തുകയില്ലെന്ന് പറഞ്ഞവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഹല്ലേലൂയ ഭക്ഷിച്ച് പാനം ചെയ്ത് വളരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി മോശയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽകാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ഹല്ലേലൂയ, തരത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ നിനക്ക് തരിപ്പിക്കുവാൻ, ഹല്ലേലൂയ, സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ കരം കൊണ്ട് തന്നെ നിന്നെ സഹായിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം, അത്ഭുതത്തിന്റെ കരം ഇന്നും വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽകാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ഉടവാരകനക ശന്തരാധനരികതൽ പ്രൗഢവനഹത്തുരാരികൾ കവന, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, മോശയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചുവെങ്കിൽ ഇന്ന് പകൽകാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട് ദൂത് പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വേഗത്തിൽ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില്, ഹല്ലേലൂയ, നമുക്കറിയാം ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിച്ച ഒരു കാര്യം, ഒരു ക്ഷാമം. ആമേൻ, അവരുടെ ജീവിതത്തിൽ കനാന്റെ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബീമേലെക്കിന്റെ അടുക്കിലേക്ക് പോയ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ആമേൻ, ആ ഗെരാർമല 26-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇസഹാക്കിനോട് ദൈവം പറയുകയാണ്, നീ ഈ ദേശത്ത് വിതയ്ക്കുക,
ആമേൻ, ഞാൻ നിന്നെ ഇവിടെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഗെരാർ മല? ആമേൻ, ഉരുളൻ കല്ലുകളുടെ നാടാണ്, മണ്ണൊലിച്ചു പോകുന്ന നാടാണ്. ആമേൻ, നട്ടാൽ കുരുക്കാത്ത സ്ഥലമാണ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത പാഴ്ഭൂമിയാണ് ഗെരാർ മല. ആ ഗെരാർ മലയില് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ഇസഹാക്ക് വിതയ്ക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇവിടെ നട്ട കുരുക്കത്തിൽ എന്ന് പറഞ്ഞ, ആമേൻ, ഹല്ലേലൂയ, ഉരുളൻ കല്ലുകളുടെ ദേശമായ, ആമേൻ, മണ്ണൊലിച്ചു പോകുന്ന സ്ഥലമായ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തതാണ്. എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചതാണ്. ഞങ്ങളത് ഉപേക്ഷിച്ച വിഷയമാ. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഉരുളൻ കല്ലുകളുടെ ദേശം, ഹല്ലേലൂയ, നട്ടാൽ കുരുക്കാത്ത ദേശം, മണ്ണൊലിച്ചു പോകുന്ന ദേശം, അല്ലെ, ആർക്കും വേണ്ടാത്ത സ്ഥലം, ആർക്കും വേണ്ടാത്തതിനെ, ആമേൻ, ഹല്ലേലൂയ, അഭിഷേകമുള്ള ദൈവത്തിന്റെ ദാസൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ആമേൻ, ഓരോ ചുവടും കിളയ്ക്കുമ്പോൾ, ആമേൻ, ഓരോ കൂന്താലി കൊണ്ട് കുത്തുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയിൽ കുത്തിയപ്പോൾ, ഹല്ലേലൂയ, ഉരുളൻ കല്ലുള്ള ദേശം 100 മേനി വിളയുവാനിടയായെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ വൈതല്, അസാധ്യമെന്ന് പറയുന്ന ചില വേലസ്ഥലങ്ങൾ, ആമേൻ, ആത്മാക്കൾ വരത്തില്ലെന്ന് പറയുന്ന ചില വേലസ്ഥലങ്ങൾ, ഹല്ലേലൂയ, ഇവിടെ ആരും രക്ഷിക്കപ്പെടുകയില്ലെന്ന് പറയുന്ന ചില വേലസ്ഥലങ്ങൾ, ആമേൻ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ ചില വേലസ്ഥലങ്ങൾ, ഇട്ടുപേക്ഷിച്ചു പോയ പലരുണ്ടാകാം. ആമേൻ, നിനക്ക് മുമ്പേ പലരും വന്ന് ചവിട്ടി മെതിച്ച് കടന്നുപോയതാകാം, അതിൽ ഉഴുതു മറിച്ച് കടന്നുപോയതാകാം. എന്നിട്ടും ഒരു ഫലം കാണാത്ത സ്ഥലമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോടും പറയുന്നു, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ, അത് ഗെരാർ മലയാകാം, ഉരുളങ്കല്ലുകളുടെ നാടാകാം, അത് മണ്ണൊലിച്ചു പോകുന്ന സ്ഥലമാകാം. അവിടെ ആരും ദശാംശവും സ്വത്രക്കാഴ്ചയും നമുക്ക് കിട്ടാനുള്ള സ്ഥലമായിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ വചനം വിതയ്ക്കുവാൻ സന്നദ്ധതയോടെ പുറപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ, ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ആ സ്ഥലത്ത് നീ വിതയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ, അവിടെ തന്നെ അവിടെ തന്നെ നീ കിളയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ, ഏത് സ്ഥലത്താണോ എന്നെയും നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്, അവിടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, ആമേൻ, ഉഴുതു മറച്ച് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം, 100 മേനി തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം, ആമേൻ, സ്ഥലം കണ്ട് നീ മാറിപ്പോകണ്ട, ഇല്ലെന്ന് പറഞ്ഞ് മാറിപ്പോകണ്ട. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവിന് കരം ശക്തമാണ്. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. ആമേൻ, എന്താണ് വായിക്കുന്നത്? 2 രാജാക്കന്മാരുടെ, ഹല്ലേലൂയ, അതിന്റെ 7-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, 1-ാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അപ്പോൾ എലീശാ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് 1 സെയാ ഗോതമ്പുമാവും ശേക്കെലിന് 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്കറിയാം, ബെൻഹദദ് രാജാവ്, അരാം രാജാവ് ശമര്യയെ വളഞ്ഞ്, ശമര്യ മുഴുവനും ക്ഷാമത്തിലായിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനില്ല, ഒന്ന് കഴിക്കാനില്ല, കുടിക്കാനില്ല. ആകെ ജനമെല്ലാം നട്ടം തിരിയുകയാണ്. നട്ടം തിരിഞ്ഞ സമയത്ത് ക്ഷാമത്തിന്റെ, ആമേൻ, ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. പക്ഷേ ഹല്ലേലൂയ, ഇതിന്റെ എല്ലാം കുറ്റം പ്രവാചകന്റെ തലയിലേക്ക് രാജാവ് വെച്ചു. പക്ഷെ രാജാവ് പറയുകയാണ്, ആമേൻ, രാജാവ് ഈ കുറ്റം വെച്ച് കഴിഞ്ഞപ്പോൾ എലീശാ പ്രവാചകൻ പറയുകയാണ്, എന്റെ രാജാവേ, ഇസ്രായേൽ ജനതയെ, നാളെ ഈ നേരത്ത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്, ആമേൻ, ശമര്യയുടെ വടിവാതിക്കൽ, ആമേൻ, ഹല്ലേലൂയ, ഗോതമ്പും യവവും വിൽക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗോതമ്പും യവവും വിൽക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ. അടകമന കടകരക ശന്തൽകമന, ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ വൈതലെ, നാളെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്ന ഞാൻ വിളിച്ചു പറഞ്ഞാൽ, അത് വിശ്വസിക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഗോതമ്പും യവവും വിൽക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു. ആമേൻ, എന്താ സംഭവിച്ചത്? അരാം സൈന്യം, അരാം പട്ടാളത്തെ കുതിരക്കുളമ്പടിയുടെ ആമേൻ ശബ്ദം കേൾപ്പിച്ച് അരാം സൈന്യത്തെ ദൈവം തമ്പുരാൻ ദേശത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞു. 4 കുഷ്ഠരോഗികൾ മരിച്ചാലും വേണ്ടില്ല, പട്ടണത്തിലേക്ക് പോകാം, ഇല്ലെങ്കിൽ അരാമിന്റെ സൈന്യത്തിന്റെ പട്ടാള ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പട്ടാള ക്യാമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും അവിടെ ഇല്ല. ആമേ, സകല സാധന സാമഗ്രികളും, സകല ഭക്ഷണ സാധനങ്ങളും അവിടെ ഇരിക്കുകയാണ്. അവരത് വാരിത്തിന്ന് ഭക്ഷിച്ച് വയറു നിറഞ്ഞതിന് ശേഷം രാജാവിന് അറിവ് കൊടുക്കുന്നു. രാജാവ് ആളയച്ച് അവിടെ നോക്കുന്നു. അവർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ആ സാധനം മുഴുവനും ശമര്യയുടെ വടിവാതിക്കൽ വന്നു. അന്ന് അവിടെ ശമര്യയുടെ വടിവാതിക്കൽ യവവും ഗോതമ്പും വിൽക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഉടവാ രഗതല, ആമീൻ, ഞാൻ ശക്തമായി, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ദൂത് ആരോടൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം നടക്കും. വിശ്വസിച്ചോ നീ? നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം, അസാധ്യമായ ഒരു വിഷയത്തിന് മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഈ ഹല്ലേലൂയ ലൈനിലിരിക്കുന്ന ചില ദൈവമക്കളോട് പറയുകയാണ്. ആമീൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ടതും സാധ്യതയില്ലാത്തതുമായ, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം കഴിഞ്ഞു. പ്രതീക്ഷ നഷ്ടപ്പെട്ടതും സാധ്യതയില്ലാത്തതും
പറ്റാത്തതും ഇനി ഒരിക്കലും സംഭവിക്കുന്നത് ഒരു വഴി നീ കാണുന്നില്ല. 5 പൈസയുടെ വഴി കാണുന്നില്ല. എല്ലാ ഡോറും അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ രാത്രി 3 മണിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് ഈ ദൂത് തന്നതാണ്. ആമേൻ. ശമരിയുടെ പടിവാതിക്കൽ ഈ വിഷയം, ഹല്ലേലൂയ, ഈ വിഷയം കഴിഞ്ഞ രാത്രി പെട്ടെന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശമരിയുടെ പടിവാതിക്കൽ യവവും ഗോതമ്പും വിറ്റുവെങ്കിൽ അന്ധരാധന രികതലവോടെ ഈ ലൈനിലിരിക്കുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിന്റെ ആമേൻ വിഷയത്തിന്റെ മേൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ചിലത് വിൽക്കും, ചിലത് ഹല്ലേലൂയ, ആമേൻ, ചിലത് നിന്റെ കരങ്ങളിൽ എത്തിച്ചേരും. ആളില് പട്ടിണി അല്ല ഇനി വരാൻ പോകുന്നത്, നീ നന്മ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആകിൽ വിശ്വസിച്ചുവെങ്കിൽ 4 കാര്യങ്ങൾ, അസാധ്യമായ 4 കാര്യങ്ങളാണ് പരിശുദ്ധാത്മ പറഞ്ഞത്. ഒന്ന് അബ്രഹാമിന്റെ ജീവിതത്തിലെ കാര്യം ദൈവാത്മ പറഞ്ഞു. മോശയുടെ ജീവിതത്തിലെ സാധ്യതയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ഹെറാർ മലയിൽ ഇസ്ഹാക്കിന് 100 മേനി കിട്ടിയ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. 4ാമത് ശമരിയുടെ പടിവാതിക്കൽ ദൈവത്തിന്റെ അത്ഭുതം. ഇതെല്ലാം അസാധ്യങ്ങളായിരുന്നു, പക്ഷെ ദൈവം സാധ്യമാക്കി. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെയും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഭാര്യയുണ്ട്, 4 മക്കളാണ്. മൂത്ത മകൾ വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ ഇപ്പോൾ പ്രഗ്നന്റ് സ്റ്റേജിലാണ്. ദൈവം അനുവദിച്ചാൽ സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഡ്യൂ ഡേറ്റ് ആണ്. പ്രാർത്ഥിക്കുക. 2ാമത്തെ മകൾ ജോലി ചെയ്യുന്നു. 3ാമത്തെ മകൻ നേഴ്സിംഗിന് പഠിക്കുന്നു. 4ാമത്തെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 മോളും 2 മോനും. ഇവിടെ ഞങ്ങളുടെ ചർച്ച് മലയാളം ചർച്ചാണ്. ടൗണിലെ 12 മിഷണറി ചർച്ചുകൾ, വില്ലേജ് ചർച്ചുകളുണ്ട്. വില്ലേജ് ചർച്ചുകളിൽ മിനിസ്ട്രി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെ ക്ഷണിച്ച ദൈവദാസനോടും ഈ ഓൺലൈനിലുള്ള എല്ലാ ദൈവമക്കളോടും ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. കർത്താവിൻ്റെ ദാസന്റെ അനുഭവത്തിൽ നിന്ന് ഒക്കെയാണല്ലോ ഇത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിളിൽ 4 സംഭവങ്ങളാണ് 4 വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസനെ ഉദ്ധരിച്ച് പറഞ്ഞല്ലോ. അസംഭാവ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നതായ ഒരു ദൈവം, അസാധ്യതകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തെയാണല്ലോ. 4 പേരുടെ കാര്യം കർത്താവിൻ്റെ ദാസൻ പറയുന്നത്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് ബൈബിളിലുടനീളം കാണുന്നതിന് സാധിക്കും. വിശ്വസിക്കുന്നുവെങ്കിൽ അത് കഴിയും. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവനെ എല്ലാം കഴിയും. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് പ്രയോജനമില്ല. കർത്താവിൻ്റെ ആ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ആളുകൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് സാധ്യമാകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അത് ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ അവിശ്വാസം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, കർത്താവ് അവിടെ നസറത്തിലുമൊക്കെ ചെന്നിട്ട്, ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട്, കഫർനഹൂമിലൊക്കെ ചെന്നിട്ട് അവരുടെ അവിശ്വാസം കണ്ട് അതിശയിച്ചു. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മുടെ അവിശ്വാസം കൊണ്ട് പലപ്പോഴും ചെയ്യാൻ കഴിയുകയില്ല. പലപ്പോഴും ആളുകൾ പറയും, ഓ അത് പറ്റത്തില്ല കേട്ടോ, സോറി, അത് നടക്കത്തില്ല, പോകാതിരിക്കുന്നതാണ് നല്ലത്. അവർ പറയുന്നത് അവരെ കൊണ്ട് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അവർ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മളോടും പറയും, ഇല്ല അത് പറ്റത്തില്ല, നടക്കത്തില്ല, ഒരു കാരണവശാലും അത് നടക്കത്തില്ല എന്ന് പറയും. എന്നാൽ മനുഷ്യൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോയാൽ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. മോശയുടെ കാര്യം പറഞ്ഞല്ലോ, കൊല്ലാനായിട്ടിരിക്കുന്ന രാജാവിൻ്റെ ആ രാജകുമാരി തന്നെയാണ്, ആ കൊല്ലാനായിട്ട് ഉത്തരവിട്ട രാജാവിൻ്റെ അരമനയിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. അതെങ്ങനെയാണ്? കൊല്ലക്കുടിയിൽ സൂചി വയ്ക്കുക എന്ന് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഒന്നും തോന്നാത്ത കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. ഈ സന്ദേശം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഇന്ന് അസ്തപ്രജ്ഞരായിട്ട് എങ്ങനെ ഇത് സാധിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ മനസ്സ് പുണ്ണാക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. ആ വിഷയങ്ങൾ ദൈവം സാധ്യമാക്കി തരും. വിശ്വാസമുള്ളവരായിട്ടിരിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അസാധ്യമെന്ന് തോന്നുന്ന ലോകം വിധി എഴുതിയ കാര്യങ്ങൾ സാധ്യമാക്കി തരാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും. ആ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ഇവിടെ പ്രയർ ലൈനിൽ വന്ന് ഇത്രയും തിരുവചനം സംസാരിച്ചല്ലോ. താനായിരിക്കുന്ന സ്ഥാനത്ത് ശക്തമായിട്ട് ഈ ശുശ്രൂഷ തുടർന്ന് ചെയ്യുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.